പൊതുവെ ഒരു തത്വം പറയാറുള്ളത് വിദേശ നയത്തിലാണെങ്കിലും പ്രതിരോധ നയത്തിലാണെങ്കിലും പൗരന് സാധിക്കുന്ന കാര്യം സർക്കാരുകളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഏറ്റവും യുക്തമായ തീരുമാനം സാഹചര്യങ്ങൾക്കനുസരിച്ച് സർക്കാരും സൈന്യവും സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നിട്ടുള്ള ഉന്നതകാര്യ പ്രതിരോധ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് സൈന്യത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകി എന്നുള്ളതാണ്. യു വിൽ ഹാവ് എ ഫ്രീ ഹാൻഡ് ഇൻ ഡിസൈഡിങ് ദ ടാർഗറ്റ്സ്, പ്ലേസ് ആൻഡ് മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ. അതായത് ടാർഗറ്റ് ആരാണെന്ന് തീരുമാനിക്കാൻ, അതിൻ്റെ സമയം ഏതാണെന്ന് തീരുമാനിക്കാൻ, അതിൻ്റെ മോഡ് എന്താണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സൈന്യത്തിന് സമ്പൂർണ്ണമായി നൽകി എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തിരിച്ചടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരിക്കലും സൈന്യത്തിന് സാധിക്കില്ല. സൈന്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അച്ചടക്കമുള്ള ഒരു സംവിധാനമാണ്. തിരിച്ചടി വേണം എന്നത് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ മോഡ് തീരുമാനിക്കാൻ സൈന്യത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഹൽഗാം ആക്രമണത്തിന് സൈനികമായി തന്നെ ഒരു തിരിച്ചടി ഉണ്ടാവും. അതിൻ്റെ മോഡ് എന്താണ്, അതിന് ടാർഗറ്റുകൾ ആരൊക്കെയാണ്, അതിൻ്റെ സമയം എന്താണ് എന്ന കാര്യം സൈന്യമാണ് തീരുമാനിക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളാണ് അത് വരിക. അത് ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 3 ക്രോസ് ബോർഡർ സ്ട്രൈക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2015 നമ്മുടെ ചണ്ടേൽ ജില്ലയിലുണ്ടായിട്ടുള്ള ഡോഗ്ര റെജിമെൻറ്റിൻ്റെ വാഹനവ്യൂഹം തകർത്തതുമായി ബന്ധപ്പെട്ട് NSCN നാഗാ തീവ്രവാദികളെ മ്യാൻമാറിനുള്ളിലേക്ക് 50 കിലോമീറ്റർ കടന്നു പോയിട്ട് ഇന്ത്യൻ സൈന്യം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. 100 നാഗാ തീവ്രവാദികളെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രൈക്ക് നടന്നത് ജൂൺ 4-ാം തീയതി, സ്ഫോടനം നടന്നത് ജൂൺ 9-ാം തീയതിയാണ്. 5 ദിവസത്തിന് ശേഷമാണ്. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഉറി അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറി അറ്റാക്ക് ഉണ്ടാകുന്നത് സെപ്റ്റംബർ 18-ാം തീയതി ആയിരുന്നു. 2016 സെപ്റ്റംബർ 18. ഉറി അറ്റാക്കിന് മറുപടിയായിട്ട് ഇന്ത്യ LOC കടന്നു പോയിട്ട് ടെറർ ലോഞ്ച് പാഡുകൾ തകർക്കുന്നത് സെപ്റ്റംബർ 29-ാം തീയതി. അതായത് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ കൗണ്ടർ സ്ട്രൈക്ക് ഉണ്ടായത്. അതേസമയം നമ്മൾ ബാലാക്കോട്ട് സ്ട്രൈക്ക് നോക്കിക്കഴിഞ്ഞാൽ പത്താൻകോട്ടിന് മറുപടിയായിട്ട് നമ്മൾ ബാലാക്കോട്ടിൽ പോയി സ്ട്രൈക്ക് നടത്തുന്നത് 12 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഫെബ്രുവരി 14-ാം തീയതിയാണ് പത്താൻകോട്ട് ആക്രമണം. 2019 ഫെബ്രുവരി 26-ാം തീയതിയാണ്. അതായത് ഒരു കൃത്യമായിട്ടുള്ള ടൈം ലൈൻ ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് കഴിഞ്ഞ 3 അനുഭവങ്ങൾ വെച്ചുകൊണ്ട് 14 ദിവസത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇത്തവണ ഒരു പക്ഷേ സൈന്യം തീരുമാനിക്കുന്ന കുറച്ചുകൂടി ലാർജറായിട്ടൊരു സമയമാണെങ്കിൽ ഇങ്ങനെയൊരു ഓപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ സൈനിക വിഭാഗങ്ങൾ പോലും ഇത് മുഴുവനായിട്ട് അറിയാറില്ല. ആരാണോ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള വിഭാഗം, ആ വിഭാഗത്തിൽ തന്നെയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സൈനികരാരൊക്കെയാണോ ഒരു വളരെ സീക്രസിയിൽ നടത്തുന്ന എ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് അവർ ചൂസിങ് എന്നുള്ള രീതിയിൽ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായി തീരെ സീറോ കാഷ്വാലിറ്റി ആയിട്ട് ഓപ്പറേഷൻ നടത്തി മടങ്ങി വരാൻ സാധിക്കുന്ന മട്ടിൽ എന്നാൽ യുക്തമായ മറുപടി കൊടുക്കാൻ സാധിക്കുന്ന ഒരു തീരുമാനം അവരാണ് എടുക്കുക. പക്ഷെ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഒന്ന്, സർക്കാർ തലത്തിൽ തിരിച്ചടിക്കുള്ള അനുമതി സൈന്യത്തിന് കൊടുത്തു കഴിഞ്ഞു. തിരിച്ചടി വേണ്ട, നയതന്ത്ര തലത്തിലുള്ള മറ്റ് പ്രതികരണങ്ങൾ മതി, അതല്ലെങ്കിൽ ആഭ്യന്തരമായ പ്രതികരണങ്ങൾ മതി, അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ വിദേശ ഫോറങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന നടപടികൾ മതി, അല്ലെങ്കിൽ കടി നിന്ദ മതി തുടങ്ങിയിട്ടുള്ള ശൈലികളിലല്ല ഇത്തവണ സൈനികമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ഈ വാർത്ത സൂചിപ്പിക്കുന്ന കാര്യം ഒരു ഫുൾ സ്കെയിൽ വാർ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് വരെയായിട്ടും അങ്ങനെ ഒരു ഫുൾ സ്കെയിൽ വാർ ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും ഇങ്ങോട്ട് നടന്നിട്ടുള്ള ആക്രമണങ്ങൾക്ക് പ്രതികരണങ്ങളായിട്ട് നടത്തിയിട്ടുള്ള തിരിച്ചടികളെ ഉണ്ടായിട്ടുള്ളൂ. ഫസ്റ്റ് സ്ട്രൈക്ക് എടുക്കില്ല എന്നൊരു പ്രഖ്യാപിത പോളിസി തന്നെ ഇന്ത്യക്കുണ്ട്. ഇവിടെ ഒരു ഫുൾ സ്കെയിൽ വാറിനാണ് പോകുന്നതെങ്കിൽ സൈന്യത്തിന് അങ്ങനെ ഒരു തിരിച്ചടിക്കുള്ള ഓട്ടോണമി കൊടുക്കുമായിരുന്നില്ല, സൈന്യത്തിന് സമ്പൂർണ്ണ അധികാരം കൊടുക്കുമായിരുന്നില്ല. അതിൻ്റെ പ്രൊസീജിയർ വരെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. അത് CCS-ലാണ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലാണ് ഒരു യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനത്തിന് ശേഷം പ്രധാനമന്ത്രി പ്രസിഡന്റിനെ, സർവ്വസൈന്യാധിപൻ എന്നുള്ള രീതിയിൽ പ്രസിഡന്റിനെ ആ തീരുമാനം അറിയിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം പ്രസിഡന്റിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാവുകയാണ് വേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് രാജ്യം യുദ്ധം പ്രഖ്യാപിക്കുക. ഇവിടെ അങ്ങനെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് എല്ലാവരും എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാരിൻ്റെ അനുമതിയുടെ അടിസ്ഥാനത്തിലുള്ള സൈന്യത്തിൻ്റെ തിരിച്ചടിയാണ് തീർച്ചയായിട്ടും നാളെ എന്തായാലും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേരുകയാണ്. ആരും ഒരു പൂർണ്ണ യുദ്ധം പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം തന്നെ ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ, ടെറർ ഹൈഡൌട്ടുകളിലേക്കുള്ള ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ വരുന്ന ദിവസങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്.